പറ്റിച്ച് മാർക്ക് മേടിക്കുന്നതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഒരു ഷോർട്ട് കട്ടാണ്. അതായത് നമ്മളിപ്പോൾ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാതിൻ്റെയും ഒന്നും എക്സ്പ്ലനേഷൻ കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ എന്നാൽ നമ്മുടെ പേപ്പറിൽ നിന്ന് ആ മാർക്ക് പോകുകയും ചെയ്യരുത്. അതിനുള്ള ഒരു ഷോർട്ട് കട്ടാണിത്. ഇപ്പോൾ പ്ലാനിങ്ങിന് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തതാണ്. പ്ലാനിങ് എന്താണ്, പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പ് എന്താണെന്നുള്ളത് 8 മാർക്കിന് ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് വരുമെന്നറിയാം. അപ്പോൾ അതിൽ നിങ്ങൾ പ്ലാനിങ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതെങ്ങനെ ആൻസർ ചെയ്യണം? നിങ്ങളിത് ആൻസർ ചെയ്യേണ്ടത് ഫസ്റ്റ് എന്ത് ചെയ്യുക, പ്ലാനിങ് എന്താണെന്ന് ഇതേപോലെ ഹെഡിങ് കൊടുത്ത് എഴുതുക. ഇതേപോലെ തന്നെ വേണം കേട്ടോ. പ്ലാനിങ് ഇസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, ഹൗ ഈസ് ടു ബി ഡൺ, വെൻ ഈസ് ടു ബി ഡൺ, ഹൂം ഈസ് ടു ബി ഡൺ എന്നൊക്കെയുള്ള കാര്യം ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. എന്നിട്ട് സ്റ്റെപ്സ് ഓഫ് പ്ലാനിങ് എന്ന് സബ് ഹെഡിങ് കൊടുത്തിട്ട് ഫോളോയിങ് ആണ് ദ സ്റ്റെപ്സ് ഓഫ് പ്ലാനിങ് എന്നിട്ട് ഓരോന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്, ഡെവലപ്പിംഗ് പ്രിമൈസസ്, ഐഡന്റിഫൈങ്, ഇവാലുവേറ്റിംഗ്, സെലക്ടിങ്, ഇംപ്ലിമെന്റിംഗ്, ഫോളോ അപ്പ് ആൻഡ് കൺട്രോൾ. ഇത് ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ടീച്ചർ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 7 പോയിന്റും കറക്റ്റ് ആണ്. ഓക്കെ, നോക്കുമ്പോൾ എല്ലാതിൻ്റെയും എക്സ്പ്ലനേഷനും കുറച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അവിടെ ടിക്കറ്റ് അവിടെ 8 മാർക്ക് നമുക്ക് അവിടെ കിട്ടും. അതല്ല നിങ്ങൾ ഓരോന്നും എഴുതി ചിലതിൻ്റെ എക്സ്പ്ലനേഷൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല, തെറ്റാണെന്നുണ്ടെങ്കിൽ ടീച്ചർ ഓരോന്നും ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ എക്സ്പ്ലനേഷൻ തെറ്റാണെങ്കിൽ അവിടെ തെറ്റിടാനും അവിടെ മാർക്ക് കുറയാനും ചാൻസ് ഉണ്ട്. നമ്മൾ ആദ്യമേ ഈ പോയിന്റ്സ് അങ്ങോട്ട്, അത് ഏത് എക്സാമിനാണെങ്കിലും കേട്ടോ, പോയിന്റ്സ് ആദ്യമേ എഴുതി വെക്കുകയാണെങ്കിൽ ഒത്തിരി ഇങ്ങനെ എക്സ്പ്ലനേഷനിലേക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല, അവരുടെ ശ്രദ്ധ പോവില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് മാർക്ക് കിട്ടാനുള്ള ചാൻസസ് ഹൈ ആണ്. ഓക്കെ, അതാണ് ഷോർട്ട് കട്ട്സ് പറഞ്ഞു തരുന്നത്. ചാൻസസ് ഹൈ ആണ്. അപ്പോൾ എഴുതുമ്പോൾ എന്നിട്ട് വേണം ഓരോന്ന് എഴുതി. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതുമ്പോൾ നിങ്ങൾ 1 ലൈനോ അല്ലെങ്കിൽ 2 ലൈനോ എഴുതിയാൽ മതി, അതിൽ കൂടുതൽ എഴുതണ്ട. നമ്മുടെ പേജ് ആണെങ്കിൽ ഫുൾ ആയിട്ടും ഉണ്ട്. അതാണ് അതിനൊരു ഗുണം, ടൈം സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ രീതിക്ക് വേണം നിങ്ങൾ ആൻസേഴ്സ് ബിസിനസ് സ്റ്റഡീസിന് എഴുതുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ രീതിക്ക് വേണം എഴുതാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതേപോലെയുള്ള അടിപൊളി വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്